അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. പിന്നെ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നത്, ഞാൻ ഗൾഫിൽ 3 പ്രാവശ്യം പോയിട്ട് 6 1 7 പ്രാവശ്യം ഞാൻ വിമാനത്തിൽ കയറിയിരിക്കും. നിങ്ങൾ ചോദിക്കുക, എന്താ 7 പ്രാവശ്യം? 3 പ്രാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും 6 പ്രാവശ്യമല്ലേ വേണ്ടു എന്ന്. പക്ഷെ അങ്ങനല്ല. ഫസ്റ്റ് ഞാൻ ഗൾഫിൽ പോകുമ്പോൾ ഞങ്ങൾ ഏജൻറ്റ് മുഖാന്തരമായിരുന്നു ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ആ ഏജൻറ്റിനോട് വടകരയിൽ നിന്ന് തന്നെ കോഴിക്കോട് നിന്ന് തന്നെ ബഹ്റൈനിലേക്ക് ഒരേ വിമാനത്തിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിനും ടിക്കറ്റിന് പൈസ കൊടുത്തത്. അപ്പോൾ ആ ഏജൻറ്റ് കുറച്ച് പൈസക്കെല്ലാം കുറച്ച് തിരിമറി അതിലൊരു കള്ളക്കളിയെല്ലാം കളിച്ചിട്ട് മസ്കത്ത് 8 മണിക്കൂർ ഇരുന്ന് അവിടുന്ന് വേറൊരു വിമാനത്തിൽ മാറിക്കയറേണ്ട വിമാനത്തിൻ്റെ ടിക്കറ്റാണ് എടുത്തു തന്നത്. അങ്ങനെയാണ് 7 പ്രാവശ്യം ആയത്. ഞങ്ങൾ നേർക്കും നേരെയുള്ള വലിയ പൈസ തന്നെ കൊടുത്തതാണ്. അത് ആയ സമയത്തൊന്നും ആരും അങ്ങനെ ഗൾഫിലൊന്നും പെണ്ണുങ്ങൾ പോക്കില്ല. ഞാൻ തന്നെയാണ് ഫസ്റ്റ് പോയതും. ഫസ്റ്റ് എന്നല്ല, അന്നല്ല, അതിപ്പോൾ കുറേ കൊല്ലമായി. 22 കൊല്ലം അങ്ങനെ ആയി ഫസ്റ്റ് പോയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് പോക്കും വരവും കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇപ്പം ഞാൻ ഒരു 3.5 കൊല്ലമായിക്കാളും നാട്ടിലായിട്ട്. അങ്ങനെയാണ് 7 പ്രാവശ്യം ആയത്. മസ്കത്ത് നിന്ന് 8 മണിക്കൂർ നിന്ന് ആർന്ന് പിന്നെ വിമാനം കയറിപ്പോയത് കൊണ്ടാണ് ആ വിമാനം കൂട്ടണ്ടേ. പക്ഷെ ഞാൻ പറയാൻ കൊണ്ടുവന്നത്, നിങ്ങളോടിപ്പം ഞാൻ ഗൾഫിൽ പോയ കഥ പറയാനോ മങ്കീശം പറയാനോ ഒന്നുമല്ല. ഞാൻ ഇത്രയും വിമാനത്തിൽ ഞാൻ കയറിയിട്ട് ഞാനൊരു വിമാനത്തിൻ്റെ ഡ്രൈവറാ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഞാനിപ്പോൾ വിമാനത്തിൻ്റെ പൈലറ്റിനെ ഞാൻ കണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം പാവങ്ങളെ വീട്ടിൽ പോകാനും പാവങ്ങളെ കൂടെ നിൽക്കാനും പാവങ്ങളെ ഒന്ന് വൈറലാക്കാനോ പാവങ്ങളെ ഒന്ന് കൂടെ ചേർത്ത് നിർത്താനോ ഇന്ന് ആളില്ല. ആളുണ്ടെങ്കിലും അതേപോലത്തെ ഒരു പാവപ്പെട്ടക്കാർ തന്നെ പാവപ്പെട്ടവരെ കൂടെ നിൽക്കുള്ളൂ. പണ്ട് കല്യാണം അങ്ങനെയാണല്ലോ, പാവപ്പെട്ടവൻ വന്ന് കല്യാണം കഴിക്കണം, പൈസക്കാരൻ വന്നിട്ട് പൈസക്കാരത്തിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോവുക. അങ്ങനെയാണല്ലോ പണ്ടും. ഇപ്പോഴും പാവപ്പെട്ടവരെ കൂടെ പാവപ്പെട്ടവർ തന്നെയാവുള്ളൂ. അതേ സ്ഥാനത്താണ് ഇപ്പം വിമാനം ഓടിക്കുന്ന പൈലറ്റ് വീട്ടിലേക്ക് വന്നതും നാടൻ ഭക്ഷണങ്ങൾ കൊടുത്തതും ആ സ്നേഹം നിറഞ്ഞ വാക്കുകളും പരസ്പരം സ്നേഹിക്കലും ആ കൊച്ചു വീട്ടിൽ ആ പൈലറ്റുകാരൻ വന്ന് ഇരുന്നതും കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു പോയി. മക്കളെ, മനസ്സ് നിറഞ്ഞു പോയി. നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ ആരെ കൊണ്ടാണ് സാബീത്ത പറയുന്നേ, നിങ്ങളെ വീട്ടിൽ പൈലറ്റ് വന്നോ എന്ന് നിങ്ങൾ ചോദിക്കും. എൻ്റെ വീട്ടിൽ പൈലറ്റിന് പണ്ടേ വരേനും. ഞാൻ 6 വിമാനത്തിൽ കാര്യമല്ലോ. കാരണം വിമാനത്തെ ഡ്രൈവറെ കാണുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. വിമാനത്തിൽ നിന്ന് ഇങ്ങനെ നടന്ന് കളിക്കുന്ന ആളില്ല, നമുക്ക് ഫുഡ് കൊണ്ടുത്തരുന്ന ആള്. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കോട്ട് ഇങ്ങനെ ഇടണം, ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തുള്ളണം, ഫോൺ ഓഫാക്കി വെക്കണം, അങ്ങനെയൊക്കെ പറയുന്ന പുറത്തേക്ക് തുള്ളണം എന്നല്ലേ. എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴെല്ലാം പറഞ്ഞു തരുന്ന സംഗതികളില്ല. അങ്ങനെയെല്ലാം ഉള്ള ആളെയാണ് കാണൽ. അല്ലാണ്ട് നേർക്കുന്നേരം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. പുറത്ത് വന്നാലും കാണും. അപ്പം ഇതാരാണ് സാബീത്ത, ഇതേതാ പൈലറ്റുകാരെ, ഇതേതാ ആള് ഞങ്ങൾ കാണും. പൈലറ്റിന് അങ്ങനെ അവസാനമായിക്കൊണ്ടിരിക്കുന്നു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ ചാനലിൻ്റെ പേര് കാണൂടാ, ഫസൽ ഫാമിലി. അയ്യോ, അതിൻ്റെ പുരയെല്ലാം കാണുമ്പോൾ സങ്കടമാകുന്നു. അപ്പം ഞാൻ പറയുന്നത്, അതൊന്നും പുര എടുത്തു അവരൊന്നും ആരോടൊന്നും പറഞ്ഞിട്ടില്ലേ കളെ. ഞാൻ പറയാം, ആ വീട് കണ്ടിട്ട് അവരങ്ങോട്ട് സഹായത്തിന് തേടാത്തത് കൊണ്ട് ആരും ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടില്ല. അവർക്ക് നല്ലൊരു വീടായിക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. പാവങ്ങളെ കൂടെ പാവങ്ങളെ ഉണ്ടാകുള്ളൂ. സങ്കടം പറയാനും എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിലും പൈസക്കാരുണ്ടാകും. അവരുടെ അടുത്ത് പോയി നമ്മൾ കെഞ്ചിയാൽ അവരിങ്ങോട്ട് തരും, സഹായിക്കും, ഒക്കെ ചെയ്യുന്നവർ തന്നെയാണ്, സഹായിക്കാത്തവരല്ല. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയിട്ട് യാചിക്കണം. ഇങ്ങനെ
കണ്ടിട്ടൊന്നും സഹായിക്കാനോ അതിനൊന്നും വരുന്ന ആൾക്കാരൊന്നും വളരെ കുറവാണ്. നിങ്ങൾ കണ്ടില്ലേ അബീത തുള്ളുന്നത്? അബീതയായിരുന്നു നടന്ന ഈ അബീതക്ക് എന്തല്ല വേണ്ടിയേ? അബീത എന്തിനാ തുള്ളുന്നത്? ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ ഫസൽ ഫാമിലി ഞങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് സഹായിച്ചു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കുറച്ച് പൈസക്കാർ പോയിട്ട് ഏറ്റെടുക്കുന്നുണ്ടാ? എന്നെപ്പോലത്തോലെന്നെ കൂട്ടിക്കോ, പോയിട്ട് ഏറ്റെടുക്കുന്നുണ്ടാ? നിങ്ങൾ സഹായിച്ചു കൊടുക്കുന്നുണ്ടോ? ഓല ആരോടും പറഞ്ഞിട്ടില്ലേ പഠിച്ചോനെ? ഇത് എൻ്റെ അഭിപ്രായം കൊണ്ട് ഞാൻ പറയാം. അതുകൊണ്ട് നിങ്ങൾ വലിയ ലെക്ചറും പൊട്ടിക്കണ്ട, തുള്ളുന്നതിനും പറയണ്ട, ചാടുന്നതിനും പറയണ്ട, ഡാൻസ് കളിക്കുന്നതിനും പറയണ്ട. നിങ്ങളാരും തരൂലാലോ. കണ്ടില്ലേ ഈ ഇത്രയും കാറ്റടിക്കുമ്പോൾ ഷീറ്റ് മാറിപ്പോന്ന പറയായത്. ഞാൻ ഇതൊന്നും പറയാൻ വന്നല്ല, അത് ഞാൻ വേറെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ പൈലറ്റ് വന്നത്. ഈ ഫസൽ ഫാമിലീൻ്റെ വ്ളോഗ് അവർ ഈ ഫാമിലി വ്ളോഗ് തുടങ്ങിയത് മുതലേ ഈ ഈ ഡ്രൈവർ ഈ പൈലറ്റ് കാണലുണ്ട്. അങ്ങനെയാണ് ഇവരെ കാണണം തോന്നിയിട്ട് ഇവിടത്തേക്കായി വന്നതാണെന്നാ പറയുന്നത്. നിങ്ങൾ കേൾക്കാം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിൽ സ്വാഗതം ഗൈസ്. അല്ലേ പരിപാടി എന്താന്ന് പറഞ്ഞുകൊടുത്താ? പരിപാടി എന്താ മമ്മ? അതവര് ഫുഡ് ഉണ്ടാക്കുന്ന പൈലറ്റിന് അവര് പറയുന്നുണ്ട് എപ്പോഴും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആര് വരുന്നേരം അൽഫാമും ബീഫാമും മന്തിയും ബിരിയാണിയും ഒക്കെ പാർസൽ വാങ്ങലാണ്. അത് ഒരിക്കലും ചെയ്യരുത്. എനിക്ക് ഇവരെ വളരെ ഇഷ്ടപ്പെട്ടിട്ട് അത് ഇവർ പറയും. നിങ്ങൾ കേൾക്കണം കേട്ടോ. നമ്മൾ വേഗം പോയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങുമല്ലേ ചെയ്യാം. അതായത് മമ്മക്ക് പുറത്തെ സ്ഥലം അറിയാത്തതുകൊണ്ടാണ്. ആള് ലണ്ടനിലാണ് വരുന്നത്. ലണ്ടനിലല്ല, ആളെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആള് ഒരു ക്യാപ്റ്റനാണ്, അതായത് ഒരു പൈലറ്റ് ആണ്. അപ്പൊ ആള് ഡെയിലി നമ്മളെ വീഡിയോസ് ആളുണ്ട്. അതായത് എല്ലാ പ്രാവശ്യവും നമ്മളെല്ലാ വീഡിയോസും മുമ്പിൽ കാണുന്നുണ്ട്. നമ്മളത് മാത്രമല്ല, നമ്മളെ പെങ്ങന്മാരെ വ്ളോഗും മുമ്പിൽ എല്ലാ വീഡിയോസും മുമ്പിൽ കുത്തിയത് കാണുന്നതാണ്. അപ്പൊ മൂപ്പർക്ക് ഒരുപാട് കാലമായിട്ട് ആഗ്രഹമാണ് ഞങ്ങളൊന്ന് വന്ന് കാണാൻ, നമ്മളെ ഇന്ത്യക്കാരും ഓരോ വീഡിയോ കണ്ടിട്ടാണ് ആ പൈലറ്റ് വരുന്നത്. സത്യം തന്നെയാണ്. അവർ എൻ്റെ വീഡിയോ ഒരുപാട് ഗൾഫിൽ നിന്ന് വരെ അറബിയിലാക്കിയിട്ട് എൻ്റെ വീഡിയോസ് കാണലുണ്ട് എന്നല്ലൊക്കെ പറയുന്നേക്കാം. അപ്പോൾ ഈ ഫസൽ ഫാമിലിനെ അറിഞ്ഞൂടാത്തവർ ഫസൽ ഫാമിലിന്ന് അടിച്ചിട്ട് ഇവരെ വീഡിയോസ് കാണുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. ഇവരാരോടും സഹായിക്കൊന്നും പറയലില്ല. ഇവരെ കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വീടാവണം. നിങ്ങളെല്ലാവരും അവരെ ഫസൽ ഫാമിലി അടിച്ച് കാണാത്തവരൊക്കെ ഇവരെ വീഡിയോസ് കാണുക. കാണുന്നവർ വന്നിട്ട് ഞാൾ കാണലുണ്ടെന്നൊന്നും പറഞ്ഞ് എഴുതണ്ട. കാണാത്തവരോടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാത്തിനും നെഗറ്റീവ് കാണുന്നവരാണ് കുറച്ചടക്കട്ടെ. പരസ്യം അടിക്കുമ്പം പരസ്യം. പിന്നെ അപ്പം ഞാൻ നിങ്ങളോട് പറയാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് റീ അടിച്ചതാണ്. അവരെ സംസാരവും കൂടി കുറേ കേൾപ്പിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയമാവുമല്ലോ. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അവരിപ്പം പൈലറ്റ് വരുന്നത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനം വാങ്ങാൻ പോകുന്നതാണ് അവർ. അപ്പം കാണാത്തവരൊക്കെ അവരെ ചാനലിൽ പോയിട്ട് നിങ്ങൾ കാണണം. നടക്കാം. അത് പറഞ്ഞ കുറച്ച് റീയടിക്കും കഴിഞ്ഞ് വയ്ക്കി. അവർ പറയുന്നത് പറഞ്ഞാൽ എപ്പോഴും മന്തിയും അൽഫാമും ബീഫാമും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വിരുന്നുകാർക്ക് കൊടുക്കും. അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. കാരണം അവരെപ്പോഴും മന്തിയും അൽഫാമും ബീഫാമും പുറത്തുള്ള ടേസ്റ്റിലാണ് അവർ തിന്നുന്നത്. നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മളെ നാടൻ ഭക്ഷണം, നമ്മൾ ഈ വളയിട്ട കൈ കൊണ്ടുണ്ടാക്കിയ നാടൻ ഭക്ഷണങ്ങൾ തിന്നാനാണ് അവർക്ക് ആഗ്രഹങ്ങൾ. അപ്പം അതാണ് ഇവർ പറയുന്നത്. ഈ ഉമ്മാമയും മോളും പറയുന്നുണ്ട് എപ്പോഴും അൽഫാമും ബീഫാമും അല്ലേ അവർ പുറത്തുനിന്ന് കഴിക്കുന്നത്, നമുക്ക് നാടൻ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് സാധനം വാങ്ങാൻ പോകുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവരെ സംസാരം. അത് നല്ല കാര്യം തന്നെയാണ്. ഇന്ന് അധികം കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ കുത്തിരിക്കും ചമഞ്ഞൊരുങ്ങിയിട്ട് എപ്പോഴും തിന്നുന്ന അൽഫാമും ബീഫാമും പോയിട്ട് പാർസൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് ഒലിക്ക് കൊടുക്കും. ഓലെന്താ ആ പുറത്തുനിന്ന് തിന്ന ഭക്ഷണം തന്നെയല്ലേ അത്. നമ്മളെ ഓരോ കൈ കൊണ്ടും ഉണ്ടാക്കിയ വളയിട്ട കൈ കൊണ്ടുണ്ടാക്കിയ
വളയിട്ട കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് ഇവർക്ക് ഇഷ്ടം. അപ്പം അങ്ങനെല്ലാം വായിക്കൊണ്ടുവന്ന് നിങ്ങൾ അവരുണ്ടാക്കുന്നതും കൊടുക്കുന്നതും പിന്നെ വരുന്നതൊക്കെ കാണണ്ടേ. വാ, നല്ല രസാ. സീരിയസ് ആയിട്ടുള്ള ഞാൻ പറയാം. നമ്മളെന്തായാലും പരിപാടികൾ തുടങ്ങട്ടെ. ഇമ്മതാക്കിനോടെ പച്ചക്കറികളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉള്ളി സാധനങ്ങളൊക്കെ മാറ്റിക്കോളി. ഇനിയിപ്പോ സിങ്ക് കുടിച്ചാൻ പോയത് എല്ലാരെയും അറിയാം. എല്ലാരും വീഡിയോസ് കാണുന്നുണ്ട്. ആദ്യം പ്രാങ്ക് ചെയ്തു, അവരെ പറ്റിച്ചു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇത് ഏത് വീട്ടിലാ വന്നേ. ഇരിക്കാൻ പോലും ഒരു സൗകര്യമില്ലാത്ത, ഭക്ഷണം കഴിക്കാൻ മര്യാദയ്ക്ക് ഒരു ടേബിൾ ഇല്ലാത്ത അല്ലേ, കാറ്റടിക്കുമ്പോൾ ഷീറ്റ് പാറിപ്പോന്ന വീട്ടിൽ എനിക്ക് വളരെ ഇഷ്ടമായി പൈലറ്റ്. ഈ ഫസൽ ഫാമിലിയുടെ വീട്ടിൽ വന്ന ഈ പൈലറ്റ്, ഐ ലവ് യു. നിങ്ങളോട് അത്തിരി സ്നേഹവും ബഹുമാനമാണ് എനിക്കുള്ളത്. ആരും ഇന്ന് ചെയ്യൂല. പാവപ്പെട്ടോലെ വീട്ടിൽ പാവപ്പെട്ടോലെ വരുള്ളൂ, പൈസക്കാരങ്ങനെ വരാൻ നിൽക്കൂല. നിങ്ങൾ അവരെ വീട്ടിൽ വന്നതും അവരെ സ്നേഹിച്ചതും കാണുമ്പോൾ, ആ വീട്ടിൽ വെച്ച് ആ ഭക്ഷണം കഴിച്ചത് കാണുമ്പോൾ വളരെ മനസ്സിന് സന്തോഷമായി വയലറ്റെ, വളരെ സന്തോഷമായി. ഐ ലവ് യു. അങ്ങനെ ആയിരിക്കണം മക്കളെ, നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. കുറച്ച് നിങ്ങൾ കാണും. വെള്ളം കുടിച്ചിട്ട് കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. കാരണം ഇപ്പൊ ഒന്ന് കേറിയതല്ലേ. കുറച്ചേരം വർത്താനൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാലോ. മോട്ട ജോലി വന്നിട്ടുള്ളതാ. ആദ്യം കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അത് JCB ഒക്കെ കിട്ടിയില്ലേ? കുട്ടികൾക്ക് കുറെ കാറും കളിക്കുന്നതും ഡ്രസ്സും. പക്ഷെ ആടെ കുട്ടികളില്ല. അവൻ പെങ്ങൾ എന്ന് പറഞ്ഞത് അവന് സ്വന്തം പെങ്ങളല്ല, അവനക്ക് 2 ആൺകുട്ടികളായി ഉമ്മാക്കുള്ളൂ. പെങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളോ മോനോന്നറിയില്ല. അവർക്കും ഒരു വ്ലോഗ് ഉണ്ട്, ആ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അനിയത്തിൻ്റെ മോളാണോ ഏട്ടത്തിൻ്റെ മോളാണോ അങ്ങനെ നിനക്ക് അറിഞ്ഞൂടാ, ഓർമ്മയില്ല. എന്തോ പറഞ്ഞേക്ക്. പെങ്ങളെന്ന് പറയുന്നത് അതല്ല, സ്വന്തം പെങ്ങളല്ല. അതൊരു JCB ഉണ്ട്, വിമാനുണ്ട്. വിമാനം ഓനാകെ കുറവായിക്കണല്ലോ. അപ്പത്തിന് യാസർ കമന്റില് അവര് വീഡിയോ ഇട്ടപാട് പോയിട്ട് കാണുമെന്നാ പറയുന്നത്. അത്രയും നല്ലവർക്ക് ഇഷ്ടം കൊണ്ട്. അതാണ് ഓർ പാവപ്പെട്ട ആളെ അത്രയും ആ പാവപ്പെട്ട കൊച്ചു വീട്ടിലെ ആ ഉമ്മാമാനെയും മോളെയും മക്കളെയും താണ്ടി അവരെ അന്വേഷിച്ച് താണ്ടി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവരങ്ങോട്ട് പോയി കണ്ടതുകൊണ്ട്. അത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഈ പൈലറ്റ്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും ആവാൻ ശ്രമിക്കണം. പാവപ്പെട്ടവരെ സ്നേഹിക്കുക, പാവപ്പെട്ടവരെ വീട്ടിൽ പോകുക. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് മക്കളെ. ഇങ്ങനെയാണ് നമ്മളെ മനസ്സുണ്ടാവണം. അല്ലാണ്ട് തുള്ളിക്കളി കണ്ടിട്ടും ഡാൻസ് കണ്ടിട്ടും വീഡിയോ കണ്ടിട്ടും നല്ല വിലയിരുത്തേണ്ടത് അവനവൻ്റെ ഹൃദയം നോക്കിയിട്ടാണ്. നിങ്ങൾക്ക് വട്ടാണോ ഭ്രാന്താണോ എന്നെല്ലാം ചോദിക്കുക, നിങ്ങൾക്ക് വേഗം കഴിയും. അത് നിങ്ങളെ മനസ്സിൻ്റെ ഓരോരോ ഇതാണ് നിങ്ങളെ പറയുന്നത്. അങ്ങനെ
ഫുഡ് കഴിക്കൽ സമയത്ത് കറക്കാണ്. ഇതാ കോഴിക്കറിയുണ്ട്, കോഴി പൊരിച്ചതുണ്ട്, എല്ലാം ഉണ്ട്. അടുത്ത് നടക്കൽ തുടങ്ങിക്കോളി. അത് വിമാനം പുറത്തുകൊണ്ടിരിക്കുകയാണ്. പൈലറ്റ് കടന്ന് വിമാനം പുറത്തേക്കൊണ്ടിരിക്കുക. കയ്യിൽ മാറും. നല്ല ചൂടുണ്ടോ? നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് വിളിച്ചാൽ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെ രണ്ടും അങ്ങോട്ട് ഇതാക്കി കുത്തിരിക്കാം. ചെറിയൊരു സ്പൂണൊക്കെ എടുത്തോളി. ആകാശത്തോട് പോയിക്കോ വിമാനം. അങ്ങനെ അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടാച്ചി പൈലറ്റും വന്ന് ഇരിക്കുന്നതേ കാണുള്ളൂ. ഭക്ഷണം അവർ കഴിക്കുന്നത് കാണിച്ചു കൊണ്ടില്ല. അത് വളരെ നല്ലതാണ്. അങ്ങനെ അവരെ നോക്കി താണ്ടി വന്ന് അവർക്ക് ഭയങ്കര സന്തോഷം. അവരാ കൊച്ചു വീട്ടിൽ ആൾക്കാരെ വന്ന് ദൂരെ നിന്ന് അവർ സ്നേഹിച്ച് അവരെ വീട്ടിൽ വന്നതിന് അവർക്ക് വളരെ സന്തോഷമുണ്ട്. അവരെക്കാട്ടും സന്തോഷം എനിക്കാണ് വന്നത്. അത്രയും ആ കൊച്ചു വീട്ടിൽ അവരെ സ്നേഹിച്ച് ഒരു പൈലറ്റ് വരാമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനസ്സുള്ള ആൾക്കേ അങ്ങനെ വരാൻ പറ്റുള്ളൂ. അത്രയും ഹൃദയം നിറഞ്ഞ നല്ല മനസ്സുള്ള ആൾക്കാർക്കേ അങ്ങനെ വരാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലായിക്കോ മക്കളെ. ഞാൻ പിന്നെ കുറേ റീഅടിച്ചിടുന്നത് നിങ്ങൾക്ക് കുറേ അങ്ങനെ കണ്ടിട്ട് നേരം പോണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു പിന്നെ മുറ്റത്തിരുന്ന് ഇങ്ങനെ സൊറ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നിങ്ങൾ ഓലെ വീഡിയോ പോയിട്ട് കണ്ട ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. ഫസൽ ഫാമിലി എന്ന് അടിച്ചാൽ അങ്ങ് കിട്ടും. കാണാത്തവരോടെന്നെ പറയുന്നത്. അല്ലാണ്ട് ഞാൻ എൻ്റെ വെറും ബേളന്മാരുണ്ട്, മനസ്സ് ശരിയില്ലാത്ത ഒരുപാട് ബേളന്മാരുണ്ട്. ഓലോടൊന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്നെ സ്നേഹിക്കുന്ന മുത്തുമണികളോട് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും റോഡും കൂടി പോകുന്ന വലിയ ഇനോവയും വലിച്ച് പോകുന്ന ആൾ ഞാൻ ഗേറ്റിൻ്റെ ആൾ നിന്നപ്പോൾ അവിതാ ഇങ്ങനെ ആക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചില ബേളന്മാരോട് വണ്ടി വിട്ടോളും പറഞ്ഞ വണ്ടി വിട്ടു, നാട് വിടുവാൻ പറ. മനസ്സ് ശരിയെന്ന് പറഞ്ഞ പോലെയില്ല. ഈ പൈലറ്റിൻ്റെ എല്ലാം മനസ്സ് കണ്ടുപഠിക്കും. അത്രയും നല്ല പൈലറ്റ് മനസ്സുള്ള എന്തോ ഒരു മനുഷ്യനാണ്, എന്തോ ഒരാളാണ് അല്ലേ. അപ്പം ഞാൻ പോലും പൈലറ്റിനെ നേർക്കുന്നതിനെ കണ്ടിട്ടില്ല. വളരെ സന്തോഷമായി പൈലറ്റിനെ ഇങ്ങനെ കണ്ടതിൽ. അത് ഏത് വേഷമാണ് എങ്ങനെയാണെന്നൊക്കെ കണ്ടതായി ഞാൻ അങ്ങനെ ഓർമ്മിക്കുന്നില്ല. പിന്നെ കുറേ കാലം മുന്നേയുള്ള കണ്ടിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. കണ്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. ഓക്കെ മക്കളെ, ബായ്.